സ്വാശ്രയ കോളേജുകളിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ സമിതി രൂപീകരിച്ചു. വിദ്യാർത്ഥികളുടെ പരാതി കേൾക്കാൻ സാങ്കേതിക സർവകലാശാല സ്വതന്ത്ര ഓംബുഡ്സ്മാനെ നിയമിക്കും. വിദ്യാർത്ഥി സംഘടനകളുടെ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് സ്വാശ്രയ കോളേജുകൾ നാളെ അടച്ചിടുമെന്ന് മാനേജ്മെന്റ് അസോസിയേഷൻ. നെഹ്റു കോളേജ് വിദ്യാർത്ഥി ജിഷ്ണുവിന്റെ മരണം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെ മാറ്റി. ഡിവൈഎസ്പി ബിജു കെ സ്റ്റീഫന് പകരം ASP കിരൺ നായർക്ക് ചുമതല. നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ജിഷ്ണുവിന്റെ മാതാവ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. നെഹ്റു ഗ്രൂപ്പ് സ്ഥാപനങ്ങൾക്ക് നേരെ പലയിടത്തും വിദ്യാർത്ഥി പ്രതിഷേധം. പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കൾ കോർപ്പറേറ്റുകളിൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന സഹാറ ബിർള കേസ് സുപ്രീം കോടതി തള്ളി. മതിയായ തെളിവില്ലെന്ന് കോടതി. രാഷ്ട്രീയ പാർട്ടികൾക്ക് നികുതി ഇളവ് നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമോ നിയമവിരുദ്ധമോ അല്ലെന്ന് സുപ്രീം കോടതി. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക്. സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ നാളെ പ്രവർത്തിക്കില്ലെന്ന് സ്വാശ്രയ മാനേജ്മെന്റ് അസോസിയേഷൻ. നെഹ്റു കോളേജ് വിഷയത്തിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം അക്രമാസക്തമാവുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. സർക്കാർ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് കോളേജുകൾ അടച്ചിടുമെന്നും മാനേജ്മെന്റ് അസോസിയേഷൻ അറിയിച്ചു. തൃശൂർ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബിജു കെ സ്റ്റീഫനെ മാറ്റി ഇരിങ്ങാലക്കുട ASP കിരൺ നാരായണന് ജിഷ്ണുവിന്റെ ദുരൂഹ മരണം സംബന്ധിച്ച കേസിന്റെ അന്വേഷണ ചുമതല നൽകി. ഹോസ്റ്റലിന് സമീപം നിന്ന് ദുരൂഹമായ വരികളോടെ അന്വേഷണ സംഘം ഒരു കുറിപ്പ് കണ്ടെത്തി. നെഹ്റു കോളേജ് വിഷയത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ കോളേജുകൾ അടിച്ചു തകർക്കുകയും ഈ അക്രമം മാനേജ്മെന്റ് ഓഫീസിലേക്ക് വ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കോളേജുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കാൻ സ്വാശ്രയ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് അസോസിയേഷൻ തീരുമാനിച്ചത്. നാളെ സൂചന എന്ന വണ്ണം കേരളത്തിലുള്ള 120 എഞ്ചിനീയറിംഗ് കോളേജുകളും സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജുകളും അടച്ചിട്ട് പ്രതിഷേധിക്കുന്നതിലേക്കാണ്. അസോസിയേഷന് കീഴിലുള്ള 120 കോളേജുകൾക്ക് പുറമെ 85 MBA MCA കോളേജുകളും അടച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാർ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് കോളേജുകൾ അടച്ചിടാനാണ് ഇവരുടെ നീക്കം. അതേസമയം നെഹ്റു കോളേജിലെ പ്രശ്നങ്ങളെക്കുറിച്ച് എത്തിക്സ് കമ്മിറ്റി അന്വേഷിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഏത് സമിതിയെ വെച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിനും ഞങ്ങൾ അസോസിയേഷൻ സർവാത്മന എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്നതാണ്. KSU പ്രവർത്തകർ ഓഫീസ് തല്ലിത്തകർത്തതിനെ തുടർന്ന് ഇന്ന് രാവിലെ നടക്കാനിരുന്ന എക്സിക്യൂട്ടീവ് യോഗവും തടസ്സപ്പെട്ടിരുന്നു. തിരുവനന്തപുരത്ത് നെഹ്റു കോളേജ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും സംഘർഷത്തിലാണ് കലാശിച്ചത്. നെഹ്റു ഗ്രൂപ്പിന്റെ പാലക്കാട്ടെ ഡയറക്ടർ അഡ്മിഷൻ ഓഫീസും KSU പ്രവർത്തകർ തല്ലിത്തകർത്തു. അതേസമയം ജിഷ്ണു പ്രണോയിയുടെ മരണത്തെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കൊച്ചി. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ പരാതികൾ കേൾക്കാനായി സ്വതന്ത്ര ഓംബുഡ്സ്മാനെ നിയമിക്കാൻ കേരള സാങ്കേതിക സർവകലാശാല തീരുമാനിച്ചു. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ജിഷ്ണു ആത്മഹത്യ ചെയ്ത പശ്ചാത്തലത്തിലാണ് സർവകലാശാലയുടെ തീരുമാനം. കോളേജുകളുടെ അഫിലിയേഷൻ പുതുക്കുന്നതിന് വിദഗ്ധ സമിതിയുടെ പരിശോധന ഏർപ്പെടുത്താനും തീരുമാനമായി. സ്വാശ്രയ കോളേജുകളിലെ പരിശോധനയ്ക്ക് പ്രത്യേക സമിതിയെ നിയോഗിക്കാൻ മന്ത്രിസഭയും തീരുമാനിച്ചു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനി ഇല്ലാതിരിക്കത്തക്ക രീതിയിൽ ഇപ്പോൾ നിലവിലുള്ള സംവിധാനത്തെക്കുറിച്ച് മനസ്സിലാക്കി എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള നിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഏർപ്പാട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ അഡ്വക്കേറ്റ് TA വിജയൻ, സ്വാശ്രയ മാനേജ്മെന്റ് അസോസിയേഷന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം ചേരുന്നുണ്ട്. ഒപ്പം KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AM രോഹിത്, SFIയുടെ സംസ്ഥാന സെക്രട്ടറി M വിജയനെയും പാമ്പാടി നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിലെ മുൻ അധ്യാപകൻ S ശിവശങ്കരനെയും പ്രതീക്ഷിക്കുന്നു ഈ ചർച്ചയിലൊപ്പം വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ TA വിജയൻ, വിദ്യാർത്ഥികളുടെ സമരം അക്രമാസക്തമാകുന്നു എന്നതിൽ പ്രതിഷേധിച്ച് സ്വാശ്രയ കോളേജുകൾ ഒരു ദിവസത്തേക്ക് അടച്ചിട്ട് സമരം ചെയ്യാൻ സ്വാശ്രയ മാനേജ്മെന്റ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരം അവസ്ഥകളിലേക്ക്, ജിഷ്ണുവിൻ്റെ ദുരൂഹ മരണത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കും വിധത്തിലേക്ക് സ്വാശ്രയ കോളേജുകളിൽ നടക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ മാനേജ്മെൻറ്റുകളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന തരത്തിലൊരു പരിശോധന അത് അനിവാര്യമല്ലേ? അതിലേക്ക് സ്വാശ്രയ മാനേജ്മെൻറ്റ് അസോസിയേഷൻ തയ്യാറാവുമോ? സ്വാശ്രയ കോളേജിൽ എന്തെങ്കിലും ഒറ്റപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് മാനേജ്മെൻറ്റ് അസോസിയേഷൻ എതിരല്ല. പക്ഷെ ഇന്ന് സംഭവിച്ചത് ഞങ്ങളുടെ സംഘടനയ്ക്ക് ഒരു ഓഫീസുണ്ട്. ആ ഓഫീസ് അടിച്ചു തകർത്തുകൊണ്ടുള്ള സമരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് മനസ്സിലാകുന്നില്ല. ഇതുപോലെ ഇവിടുത്തെ മറ്റുള്ള സംഘടനകളുടെയും ഓഫീസുകൾ, പ്രത്യേകിച്ചും രാഷ്ട്രീയ സംഘടനകളുടെ ഒരു ഓഫീസാണ്
ഇങ്ങനെ അടിച്ചു തകർത്തപ്പെട്ടിരുന്നെങ്കിൽ എന്തായിരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്? അതേ രീതിയിലൊന്നും ഞങ്ങൾ പ്രവർത്തിക്കാൻ പോയിട്ടില്ല. ഞങ്ങളുടെ പ്രതിഷേധം, ഞങ്ങളുടെ ഓഫീസ് അടിച്ച് തകർത്തുള്ള പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ട് നാളെ ഒരു ദിവസം ഒരു സൂചനാ പണിമുടക്ക് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു, അടച്ചിടുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് കണ്ടുകൊണ്ട് ഗവൺമെൻറ് ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് അക്രമശക്തമാകുന്ന ഈ സമര രീതിയെ നിയന്ത്രിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടി വരും. നെഹ്റു കോളേജിലെ സംഭവിച്ചെന്ന് പറയുന്ന സംഭവത്തെപ്പറ്റി അന്വേഷിക്കുവാൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഏത് രീതിയിലുള്ള അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ അവർ കുറ്റക്കാരാണെങ്കിൽ അവരെ ശിക്ഷിക്കുന്നതിൽ മാനേജ്മെൻറ്റ് ഒരിക്കലും അവർക്കെതിരായിരിക്കില്ല, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെതിരായിരിക്കില്ല. ഗവൺമെൻറ് അല്ലെങ്കിൽ നെഹ്റു കോളേജിനെ മാനേജ്മെൻറ്റിനെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുവാൻ അസോസിയേഷൻ ഉണ്ടാവുകയില്ല. തെറ്റ് ചെയ്തേക്കണവൻ അതിനുള്ള ശിക്ഷ അനുഭവിക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഉള്ളത്. നമ്മളിതിനെ ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങളെ പ്രവൃത്തികരിച്ചുകൊണ്ട് ശ്രീ ടി എ വിജയൻ അവിടെ തന്നെയാണ്. ഇതെങ്ങനെയാണ് നമ്മളൊരു ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയ്ക്ക് കാണാൻ സാധിക്കുക? ഇതിനു മുൻപ് വർഷങ്ങൾക്ക് മുൻപ് ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത, രജനി ആനന്ദ് ആത്മഹത്യ ചെയ്തൊരു സംഭവം നമ്മുടെ കൺമുന്നിലുണ്ട്. അതിനുശേഷവും ഈ മാനേജ്മെന്റുകളോ അല്ലെങ്കിൽ ഈ കോളേജുകളുടെയോ ഞാൻ പറയട്ടെ, ശ്രീ വിജയൻ ഒരു മിനിറ്റ് ശ്രീ വിജയൻ ഒരൊറ്റ മിനിറ്റ്. ഇതുപോലെ കോളേജുകളിൽ നിന്ന്, കോളേജ് മാനേജ്മെന്റിൽ നിന്ന് അല്ലെങ്കിൽ കോളേജ് അധികൃതരിൽ നിന്ന് പീഡനമേൽക്കേണ്ടി വരുന്നു, ഇന്റേണൽ മാർക്കുകൾ കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നു, കോളേജിൽ പ്രവേശിക്കുന്നതിന് മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തുന്നു, വിദ്യാർത്ഥികൾക്ക് പരാതികൾ ഉന്നയിച്ചാൽ കോളേജിൻ്റെ അധികൃതരുമായി ബന്ധം പുലർത്തുന്നവർ ആക്രമിക്കുന്നു. ഇങ്ങനെ പല വിധത്തിലുള്ള പരാതികൾ സ്വാശ്രയ കോളേജുകൾക്കെതിരെ മുമ്പുമുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയല്ലേ യഥാർത്ഥത്തിൽ ജിഷ്ണുവിൻ്റെ ദുരൂഹ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ? അതുകൊണ്ട് ഇതിനെ ഒറ്റപ്പെട്ട സംഭവമായി കണക്കിലെടുത്തുകൊണ്ട് അതേക്കുറിച്ച് മാത്രം പരിശോധന എന്ന് പറയുന്നതിൽ എന്താണ് പറയാം? ഈ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല. ഇന്റേണൽ മാർക്ക് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി അതിനൊരു മാനദണ്ഡം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇന്റേണൽ മാർക്കുകൾ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു കോളേജ് മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ പ്രിൻസിപ്പളോ ഒരു അധ്യാപകനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ മാനദണ്ഡത്തിൽ നിന്ന് വിട്ടുകൊണ്ട് ഒരു ഇന്റേണൽ മാർക്ക് ഒരു വിദ്യാർത്ഥി കൊടുക്കാനോ കുറയ്ക്കാനോ കൂട്ടുവാനോ സാധിക്കില്ല. അറ്റൻഡൻസ് 75% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ അവന് 7% മാർക്ക്, 75% മാർക്ക് കിട്ടുകയാണ്. അതേ രീതിയിൽ ഓരോ ഇൻ്റേണൽ എക്സാമിനേഷനെ സംബന്ധിച്ചും ഓരോ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്ര മാർക്ക് വേണമെന്ന് യൂണിവേഴ്സിറ്റി നിബന്ധന ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇൻ്റേണൽ മാർക്കുകൾ ഒരു കുട്ടി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ പ്രിൻസിപ്പളോ ഒരു അധ്യാപനം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കുവാനോ കൂട്ടുവാനോ സാധിക്കുകയില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇൻ്റേണൽ മാർക്കുകൾ ഫൈനൽ ലിസ്റ്റ് അംഗീകരിക്കുന്നതിന് മുമ്പ് കോളേജിൻ്റെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചതിന് കുട്ടികളുടെ ആക്ഷേപം കേട്ടതിന് ശേഷം അത് കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത്. അങ്ങനെ അവിടെയും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് പരാതി കൊടുത്തുകൊണ്ട് അവർക്കത് പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. അല്ലാതെ വിദ്യാർത്ഥികളുടെ മനഃപൂർവ്വമായിട്ട് ദ്രോഹിക്കുവാൻ ഇൻ്റേണൽ മാർക്ക് ഒരിക്കലും ഒരു മാനേജ്മെൻറ്റിനോ അല്ലെങ്കിൽ പ്രിൻസിപ്പളിനോ സ്റ്റാഫിനോ ഉപയോഗിക്കാൻ പറ്റുകയില്ല. ശ്രീ ടി എ വിജയൻ, ഇവിടെ വിദ്യാർത്ഥികൾ പരാതി പറയാൻ വരുന്നത് മുഖം മൂടി ധരിച്ചോ മുഖം മറച്ചോ ഒക്കെയാണ്. ഇന്നലെ തെളിവെടുക്കാൻ പാമ്പാടി നെഹ്റു കോളേജിലെത്തിയപ്പോൾ ഒരു കമ്മീഷൻ എത്തിയപ്പോൾ, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ വിഭാഗത്തിൻ്റെ കമ്മീഷൻ എത്തിയപ്പോൾ പെൺകുട്ടികൾ എത്തിയത് മുഖം മറച്ചാണ്, ആൺകുട്ടികൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് മുഖം മൂടി വെച്ചാണ്. അതായത് അവർക്കൊരു ഭയം ആ കോളേജിനകത്തുണ്ട്. ഈ ഭയം അവിടെ മാത്രമല്ല, നേരത്തെ ആലപ്പുഴയിലെ ഒരു കോളേജിൽ നിന്ന് ഇതുപോലൊരു സംഭവം ഉണ്ടായപ്പോൾ അവിടെയും വിദ്യാർത്ഥികൾ ഈ ഭയം പ്രകടിപ്പിച്ചിരുന്നു. ഇങ്ങനെ കുട്ടികളെ ഭയപ്പെടുത്തി മാനേജ്മെൻറ്റിൻ്റെ തീരുമാനങ്ങൾക്ക്, മാനേജ്മെൻറ്റിൻ്റെ നിശ്ചയങ്ങൾക്ക് വഴങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംവിധാനം ഈ സ്വാശ്രയ മെഡിക്കൽ കോളേജ് മാനേജ്മെൻറ്റുകൾ നടത്തുന്ന കോളേജുകളിൽ നിലനിൽക്കുന്നു എന്നതൊരു വസ്തുതയല്ലേ? അല്ല, അതിനെ എനിക്ക് നിഷേധിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു കോളേജിൻ്റെ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ അധികാരികളോ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ കോളേജിന് നിലനിൽക്കുവാൻ സാധിക്കുമോ, പ്രവർത്തിക്കാൻ സാധിക്കുമോ? ഇത് ജനാധിപത്യം പുലരുന്ന ഒരു രാഷ്ട്രമല്ലേ ഇത്. ഏതെങ്കിലും വിദ്യാർത്ഥികളുടെ അവകാശത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് പുറത്തിറങ്ങുമ്പോൾ കാര്യങ്ങൾ പറയാം. ഇന്ന് ഇടപെടുന്ന രീതിയിൽ സമൂഹം ഇടപെടും ആ പ്രശ്നത്തിൽ. അതേ രീതിയിൽ ഇടപെടാണ്ട് ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്നത് വേറെ ഏതോ ലക്ഷ്യത്തോടു കൂടി വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. പാമ്പാടി നെഹ്റു കോളേജിലെ വിദ്യാർത്ഥികൾക്ക് മറ്റെന്ത് ലക്ഷ്യമുണ്ടാകാനാണ്? അവർ മുഖം മൂടിക്കൊണ്ട് സംസാരിക്കാൻ സന്നദ്ധരാകുന്ന അല്ലെങ്കിൽ അതിന് നിർബന്ധിതമാകുന്ന ഒരു അന്തരീക്ഷം, അവർക്ക് മറ്റെന്ത് ലക്ഷ്യം?
ഒരു പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ആത്മഹത്യക്ക് ചെയ്തിട്ടുള്ള പല കാരണങ്ങളുണ്ടാവാം. അതെല്ലാം കോളേജ് അധികൃതരെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ പീഡനം കൊണ്ടാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് സമരത്തിനിറങ്ങുമ്പോൾ, അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കാതെ സമരത്തിനിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തിലാണ് ഇതെല്ലാം വരുന്നത്. അവർക്ക് സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് സത്യം പറയുന്നതിന് വേണ്ടിയിട്ട് ആരും മുഖം മൂടി ധരിച്ചുകൊണ്ട് ഒരു ദിക്കിലും ഇറങ്ങേണ്ട കാര്യമില്ല. ഒരു കോളേജ് മാനേജ്മെൻറ്റ് ഒരു വിദ്യാർത്ഥിക്കെതിരെ ഒരു പീഡനം ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരൊറ്റ കോളേജല്ല ഉള്ളത്. ആ കോളേജ് ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന കോളേജാണ്. ആ കോളേജിനെ ഒറ്റപ്പെടുത്തുവാനോട് സമൂഹത്തിന് സാധിക്കില്ലേ? ഒരു കോളേജിൽ ഒരു അഡ്മിഷൻ കിട്ടുന്നത് പേപ്പറിലെ പരസ്യം കൊണ്ടോ മറ്റുള്ള പരസ്യം കൊണ്ടോ മാത്രമല്ല, അവിടുത്തെ പഠിച്ചു പോയ പൂർവ്വ വിദ്യാർത്ഥികളുടെ പരസ്യത്തിൽ അവരുടെ വായിൽ നിന്ന് ഈ കോളേജിനെ പറ്റിയുള്ള അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ മടങ്ങിയെത്താണ്. ഇപ്പോൾ എസ് ശിവശങ്കരൻ, പാമ്പാടി നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിലെ മുൻ അധ്യാപകൻ, അദ്ദേഹം ചേരുന്നുണ്ട് തത്സമയം. ശ്രീ ശിവശങ്കരൻ, ഇവിടെ പറയുന്നത് ഇന്റേണൽ മാർക്കിന് സർവകലാശാല നിശ്ചിതമായ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്താൻ ഒരു കോളേജ് അധികൃതർക്കും സാധിക്കില്ല. കോളേജിനകത്ത് യാതൊരു വിധത്തിലുള്ള ഭയത്തിൻ്റെയും അന്തരീക്ഷം നിലനിൽക്കുന്നില്ല. കുട്ടികൾ മറ്റെന്തോ കാരണത്താൽ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുകയാണ്. കേരളത്തിലെ ഒട്ടുമിക്ക സ്വാശ്രയ കോളേജുകളിലും ഇതുപോലെ യാതൊരു പ്രശ്നങ്ങളുമില്ല എന്നാണ് അസോസിയേഷൻ്റെ മുൻ ഭാരവാഹി കൂടിയായ ശ്രീ ടി എ വിജയൻ പറയുന്നത്. താങ്കളുടെ അനുഭവം എന്താണ്? ഇന്റേണലിൻ്റെ കാര്യം അത് ഒവ്വൊരു ഡിപ്പാർട്ട്മെൻറ്റ് വൈസിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാകും. എല്ലാവർക്കും ഒരുപോലെ അല്ല. അവർ സീരീസ് ടെസ്റ്റ് എക്സാം എഴുതും, അവർ അതുപോലെ മോഡൽ എക്സാം ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. അത് സ്റ്റാഫ്സ് ത്രെട്ടൺ ചെയ്യും. സം സ്റ്റാഫ്സ് ദേ ഹാവ് ത്രെട്ടൺ. അത് എല്ലാ സ്റ്റാഫ്സും അങ്ങനെ ത്രെട്ടൺ ചെയ്യും നമുക്ക് അങ്ങനെ പറയില്ല. അവർ ഇൻ്റർണൽ എക്സാം അവർ പ്രോപ്പറായിട്ട് ചെയ്ത ഫസ്റ്റ് ഇൻ്റർണൽ, സെക്കൻഡ് ഇൻ്റർണൽ, മോഡൽ എക്സാം എഴുതിയാൽ അതിന് അവർക്ക് മാർക്ക് കിട്ടും. അതിൽ അറ്റൻഡൻസ് ഇല്ലാതെ ഒരു മാർക്ക് കുറഞ്ഞവർ, അത് ഒവ്വൊരു ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് കുറച്ച് ഡിഫറൻസ് ഉണ്ടാകും. സം സ്റ്റാഫ്സ് ദേ ഹാവ് ത്രെട്ടൺ, അതും ഉണ്ടാകും. അത് എല്ലാവരും ഇല്ല, എല്ലാവരും അങ്ങനെ ചെയ്യില്ല. എല്ലാ സ്റ്റാഫ്സും അങ്ങനെ ത്രെട്ടൺ ചെയ്തില്ല. ഒരു ഇപ്പോൾ മോഡൽ എക്സാം 2 എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ മോഡൽ എക്സാം എഴുതുന്ന അവർക്ക് പെർമിഷൻ മേടിച്ചാൽ മാത്രം ചെയ്യും. ഒരു ചില ഇതുപോലെ ത്രെട്ടനിങ്സ് കുറച്ചുണ്ടാകും. ശിവശങ്കരൻ, ഇവിടെ പാമ്പാടി നെഹ്റു കോളേജിനെ സംബന്ധിച്ച് ഈ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ മുഖം മൂടിക്കൊണ്ട് പരാതി അറിയിക്കാൻ നിർബന്ധിക്കപ്പെടേണ്ട, അല്ലെങ്കിൽ അങ്ങനെ പരാതി അറിയിക്കാൻ അവർ നിർബന്ധിതമാകേണ്ട ഒരു സാഹചര്യം ആ കോളേജിലുണ്ടോ? അല്ല, അത് പറയാം. അത് പേടിയാണ്. അത്ര വലിയ മാനേജ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റിൽ ഒരാളും പരാതി കൊടുക്കാൻ ഇടയില്ല. സപ്പോസ് ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ഹു വിൽ ടേക്ക് റെസ്പോൺസിബിൾ? ഇറ്റ് ഈസ് ഹാപ്പനിങ് ഫോർ സ്റ്റുഡൻസ് ആൻഡ് സ്റ്റാഫ്സ് ഓൾസോ. ഇഫ് നോ വൺ ഈസ് റെഡി ടു കമ്മിങ് ഔട്ട്, ഇഫ് എനി എൻക്വയറി will happen very clearly, that means very high level inquiry, if it is happen, it will happen in the future. So n number of things will coming out, but the inquiry it should be very good level inquiry. Or high level officer level la or inquiry nadandal n number of things will coming out. So now they are fearing, if we coming out, what will happen? Some people fearing for the job, some people fearing for the some other things. If someone will give the protection, someone will give the security, so n number of staffs will come, n number of students will coming out, and they are ready to tell anything. So now they are fearing, they are thinking this is a very big management. If you do anything, something will happen to us. If I am speaking here, if anything will happen, mean they are the responsible. Right, Shivashankar, ഞാൻ മടങ്ങിയെത്താം. എം രോഹിത്, one second, if government or any education minister are for this level, if they are ready to give the protection, if they are from the police level, if they are ready to give the protection, if the inquiry is going on very correct level means, correct way means, n number of things will coming out, I am sure. Right, ശിവശങ്കരൻ, ഞാൻ മടങ്ങിയെത്താം. എം രോഹിത്, ഇന്ന് ഈ പ്രശ്നമുണ്ടായതിനു ശേഷം വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ പ്രതിഷേധം അക്രമാസക്തമായിരുന്നു എന്നതിൽ ആർക്കും തർക്കമുണ്ടാവില്ല. അങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് പോകുമ്പോൾ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും, സമരം അക്രമാസക്തമായി ഞങ്ങളിത് ആക്രമിക്കപ്പെടുന്നു, ഞങ്ങൾക്ക് സംരക്ഷണം വേണം, സർക്കാർ ഇതിൽ ഇടപെടണം, കോടതിയിൽ നിന്ന് പോലീസ് സംരക്ഷണം വേണം, പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കണം, അത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറുകയും യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ വഴിമാറിപ്പോവുകയുമല്ലേ ചെയ്യുന്നത്? വിദ്യാർത്ഥി സംഘടനകൾ കുറെ കൂടി ഉത്തരവാദിത്തത്തോടു കൂടി ഈ വിഷയത്തെ ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യമില്ലേ? അല്ല, ഞങ്ങൾ വിദ്യാർത്ഥി സംഘടനകൾ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ മരണമുണ്ടായതിനു ശേഷം നിരന്തരമായി പൊതുസമൂഹത്തിന് മുമ്പിൽ സ്വാശ്രയ മാനേജ്മെൻറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി പീഡനങ്ങൾ വളരെ കൃത്യമായി അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് തിരുവനന്തപുരത്തും കൊച്ചിയിലുമെല്ലാം ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ അത് സ്വാഭാവികമായിട്ടുള്ള പ്രതികരണമാണ്.
ഒരു മാനേജ്മെൻറ്റ് അവർക്ക് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യം മേടിച്ചു വെച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ കൈകളിൽ നിന്ന് പണവും മേടിച്ച് വെച്ച് ഒരു ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുമ്പോൾ അത് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ കേരളത്തിലെ ഒരു വിദ്യാർത്ഥി സംഘടനകൾക്കും സാധിക്കില്ല. ഇപ്പം ഞാൻ മാനേജ്മെൻറ്റ് പ്രതിയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ നാളെ കോളേജുകൾ മുഴുവൻ അടച്ചിട്ടുകൊണ്ട് പ്രതിഷേധിക്കാൻ പോവുകയാണ്. ആരാണ് നിങ്ങൾക്ക് ഈ അവകാശം നൽകിയിട്ടുള്ളത്? നിങ്ങളുടെ ഏത് അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കേരളത്തിൽ നാളെ നിങ്ങൾ കോളേജുകൾ അടച്ചിട്ടുകൊണ്ട് പ്രതിഷേധിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കണം, നിങ്ങൾ വ്യക്തമാക്കണം. ഇവിടെ വളരെ കൃത്യമായി KSU പറയാൻ ആഗ്രഹിക്കുന്നു, പാമ്പാടി നെഹ്റു കോളേജുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആരോപണങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അധ്യാപകർ, മുൻകാല അധ്യാപകർ, മുൻപേ പഠിച്ചുപോയ വിദ്യാർത്ഥികൾ, അവിടെ പണിയെടുത്തിരുന്ന ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുകയാണ് ഇവരൊരു മാഫിയ സംഘമാണ്. വിദ്യാർത്ഥികളുടെ മുഴുവൻ അവിടുത്തെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും അനിച്ചുകൊണ്ടാണ് ഇവരുടെ കോളേജ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും ഫൈൻ കൊടുക്കുകയാണ്. ഒന്ന് താടി വെച്ചാൽ ഫൈൻ അടയ്ക്കണം, ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ടില്ലെങ്കിൽ ഫൈൻ അടയ്ക്കണം, വിദ്യാർത്ഥികൾ തമ്മിൽ പരസ്പരം സംസാരിച്ചാൽ ഫൈൻ അടയ്ക്കണം. അങ്ങനെ എല്ലാത്തിനും എങ്ങനെയൊക്കെ പണം ഉണ്ടാക്കാമെന്നാണ് ഈ മാനേജ്മെൻറ്റ് ആഗ്രഹിക്കുന്നത്. വിദ്യാർത്ഥിയുടെ മരണമുണ്ടായപ്പോൾ ഇവരെന്താ പറഞ്ഞത്? ജിഷ്ണു കോപ്പി അടിച്ചതിൻ്റെ തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ്. പിന്നെ തെളിവ് കാണിക്കാൻ പറഞ്ഞപ്പോൾ ഇവർക്ക് തെളിവ് കാണിക്കാൻ പറ്റിയില്ല. തുണ്ട് പേപ്പർ ഉണ്ടെങ്കിൽ ആ തുണ്ട് പേപ്പർ നിങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ഇവർക്ക് കാണിക്കാൻ സാധിച്ചില്ല. പിന്നെ പറയുന്നത് എന്താ? തൊട്ടപ്പുറത്തിലെ വിദ്യാർത്ഥിയുടെ പേപ്പറിലേക്ക് നോക്കി എഴുതി എന്ന് പറഞ്ഞു. അതും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഒരു കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ ആ കോപ്പിയുടെ ഇവർ സർവകലാശാലയ്ക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ സർവകലാശാലയ്ക്ക് റിപ്പോർട്ട് ചെയ്യാതെ വിദ്യാർത്ഥിയെ ശാരീരികമായി മാനസികമായി പീഡിപ്പിക്കുവാനും ചോദ്യം ചെയ്യുവാനും ഇവർക്കാർ അവകാശം നൽകിയിട്ടുള്ളത്? ഒരു കാരണവശാലും കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ വളരെ കൃത്യമായി മാനേജ്മെന്റിനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, കേരളത്തിലെ സ്വാശ്രയ കോളേജുകളിൽ വിദ്യാർത്ഥി പീഡനവുമായി മുന്നോട്ട് നിങ്ങളെ പോവാൻ ഞങ്ങൾ അനുവദിക്കില്ല. വളരെ കൃത്യമായിട്ടുള്ള സംഘടനാ സ്വാതന്ത്ര്യം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. വിദ്യാർത്ഥികൾക്ക് സംഘടിക്കുവാനുള്ള അവകാശമുണ്ട്. ഇപ്പം മാനേജ്മെന്റ് കോളേജുകൾ അടച്ചിട്ടുകൊണ്ട് പ്രതിഷേധിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് സംഘടിക്കാനുള്ള അവകാശമുണ്ടെങ്കിൽ ക്യാമ്പസിനകത്ത് പഠിക്കുന്ന വിദ്യാർത്ഥിക്കും സംഘടിക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് സംസാരിക്കുവാനുള്ള ജനാധിപത്യ അവകാശമുണ്ടെങ്കിൽ ക്യാമ്പസിനകത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല ജനാധിപത്യ അവകാശമുള്ളത്, ക്യാമ്പസിനകത്ത് പഠിക്കുന്ന വിദ്യാർത്ഥിക്കും സംഘടിക്കുവാനും അവന്റെ അഭിപ്രായം പറയുവാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ ഹനിക്കുവാൻ ഒരാളെയും ഞങ്ങൾ അനുവദിക്കില്ല. ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ SFI സംസ്ഥാന സെക്രട്ടറി M. വിജിൻ ചേരുന്നു. വിജിൻ, സമരം ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. സ്വാശ്രയ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി സംഘടനകൾ ഈ സ്വാശ്രയ കോളേജുകളിൽ എന്താണ് നടക്കുന്നത് എന്ന് നേരത്തെ തന്നെ പരിശോധിക്കാൻ ബാധ്യസ്ഥമല്ലേ? അവിടെ നിങ്ങൾക്ക് സംഘടനാ സ്വാതന്ത്ര്യമില്ലായിരിക്കാം, പക്ഷേ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് അവിടെ ഏതെങ്കിലും വിധത്തിലുള്ള ചൂഷണം നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള അതിക്രമങ്ങൾക്ക് അവിടുത്തെ വിദ്യാർത്ഥികൾ വിധേയമാകുന്നുണ്ടോ എന്നൊക്കെ നേരത്തെ തന്നെ അന്വേഷിക്കാൻ ഈ സംഘടനകൾക്ക്, SFIക്ക് മാത്രമല്ല ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾക്ക് ബാധ്യതയില്ലേ? ഇവിടെ ഞാൻ ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം. പാമ്പാടി നെഹ്റു കോളേജുമായി ബന്ധപ്പെട്ട് ഇതിനു മുന്നേ 3 or 4 തവണയോ അവിടെ SFIയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പല വിദ്യാർത്ഥികളെയും സമീപിച്ചതാണ്. ആ സമീപിച്ച ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ ഞങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി. വിദ്യാർത്ഥികൾ മുന്നോട്ട് വരാതെ ഒരിക്കലും ഒരു സംഘടനാ പ്രവർത്തനം അതിനകത്ത് നടത്താൻ സാധിക്കില്ല. ഞങ്ങൾ SFIയുടെ പുറത്തുള്ള പ്രവർത്തനം നിരന്തരം പോയി ഒരു ക്യാമ്പസ് സംഘടന പ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അവിടെ ഞങ്ങൾ സമീപിച്ചപ്പോൾ വിദ്യാർത്ഥികൾ പറയാൻ തയ്യാറായില്ല. ഇവിടെ ജിഷ്ണുവിൻ്റെ ഈ മരണത്തിന് ശേഷം, ജിഷ്ണുവിൻ്റെ ഈ ആത്മഹത്യയല്ല, ഞങ്ങൾ കൊലപാതകമെന്നാണ് ഇതിന് പറയുന്നത്. ഈ കൊലപാതകത്തിന് ശേഷം ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഞങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. ഇവിടെ സംഘടന എന്ന കാര്യം സംസാരിച്ചാൽ അപ്പോൾ സസ്പെൻഷനാണ്, അല്ലെങ്കിൽ ഇടിമുറിയിൽ കയറ്റി ഇടിക്കലാണ്, അല്ലെങ്കിൽ ഇവിടെ ഡീബാർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ജിഷ്ണുവിന്. വിജയൻ, ഞാൻ മടങ്ങിയെത്താം. സാങ്കേതികമായ ചെറിയ തകരാറുണ്ട്. ശ്രീ ശിവശങ്കരൻ, ഈ പാമ്പാടി നെഹ്റു കോളേജിലെ അന്തരീക്ഷത്തെക്കുറിച്ച് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു. കൂടുതൽ വിദ്യാർത്ഥികൾ സുരക്ഷിതമായി കാര്യങ്ങൾ പറയാൻ സാധിക്കുമെങ്കിൽ കൂടുതൽ വിദ്യാർത്ഥികൾ പരാതിയുമായി എത്തും എന്ന് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു. കേരളത്തിലെ സ്വാശ്രയ മേഖലയിലൊരു അധ്യാപകൻ എന്ന നിലയ്ക്ക് മറ്റു കോളേജുകളിലും സമാനമായൊരു അന്തരീക്ഷം അല്ലെങ്കിൽ ഇത്തരം പരാതികൾക്ക് ഇടയാക്കാൻ കഴിയുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? Can you tell me once again? I cannot understand. ശ്രീ ശിവശങ്കരൻ, മറ്റു കോളേജുകളിൽ താങ്കൾ അധ്യാപന രംഗത്തുണ്ടായിരുന്ന ആളുകളാണ്. സ്വാഭാവികമായും മറ്റു കോളേജുകളിലും താങ്കൾക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവും. ഈ സ്വാശ്രയ മേഖലയിൽ പ്രവർത്തിക്കുന്ന കോളേജുകളിൽ പാമ്പാടി നെഹ്റു കോളേജിൽ പോലെ അതിന് സമാനമായ വിധത്തിലുള്ള സാഹചര്യം മറ്റ്
സ്ഥാപനങ്ങളിൽ നിലനിൽക്കുന്നുണ്ടോ? ഇല്ല, മറ്റ കോളേജസിലില്ല. I have worked in different engineering colleges in Tamil Nadu and Kerala also. In Kerala, in particularly Nehru College of Engineering, Pambadi. I have worked in different managements. Some another colleges also. There is no problem. Here they are threatening not only for the students, they are threatening the staffs also. അതായത് വിദ്യാർത്ഥികളെ മാത്രമല്ല ജീവനക്കാരെയും മാനേജ്മെന്റ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. One second. Suppose if they don't like any one of the staff, suppose if they want to send out any staff, and they will sending out immediately without asking any reason. If any simple reason, suppose if they don't like the staff, immediately they will they have sent out. It has some examples. In June 2015, they have called one staff. Immediately the next day, they told us to immediately you have to resign. Where they will go? But suppose if we want to resign, we have to give the notification for the 3 months. So if we give the 3 months notification also, after 3 months, they never allow us to relieve easily. They never give the certificate back very easily. If they want to send them out, they will give the certificate, then they will give everything immediately without asking any reason. Very next day, everything will happen. Suppose if we want to relieve, for example, in my case, after completing my 3 years service only, I have submitted my resignation letter, but still I didn't get the original certificate and experience certificate or anything. They are not ready to provide. They asked me to pay 3 months salary. Why I have to pay 3 months salary? Already they are holding my salary. Anyway, I have paid 1 month salary. Initially they told me to pay 1 month salary, then we will provide the certificate like that they have told. The madam name is Usha in the top office. So after I paid the money, they didn't give even the receipt also. So I have paid 1 month money, 1 month salary is there. So after that they are telling you have to pay 2 more months salary. Then only they will give the certificate. So I have completed my 3 year service. I have handled 9 subjects. I have produced 4 subjects centum result. All the 9 subjects I have produced more than 90% result. You can ask any student, any publication result. I am ready for any inquiry regarding this. ഇവിടെ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ മാത്രമല്ല, സ്ഥാപനത്തിലെ ജീവനക്കാരുടെ കാര്യത്തിലും സമാനമായ രീതിയിലുള്ള പ്രവർത്തനം കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നാണ് ശിവശങ്കരൻ ചൂണ്ടിക്കാണിക്കുന്നത്. ചുരുക്കത്തിൽ യാതൊരു നിയന്ത്രണങ്ങൾക്കും വിധേയമല്ലാതെ ആരും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല എന്ന ഉറപ്പോടുകൂടി എന്തു ചെയ്താലും പ്രശ്നമില്ല എന്ന ധാർഷ്ട്യത്തോടു കൂടിയാണോ ഈ കോളേജ് മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത്? No one is ready to coming out to talk about Self-financing because of fear. If somebody will right ശിവശങ്കരൻ, ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക് പ്ലീസ്. ശിവശങ്കരൻ, ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. ശ്രീ വിജയൻ. സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഗവൺമെൻറ്റിൻ്റെ യൂണിവേഴ്സിറ്റിയുടെയും AICTEയുടെയും നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്. തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ല സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജുകൾ. അതാദ്യമേ മനസ്സിലാക്കണം. ഈ പ്രസ്ഥാനം 2000 ആണ്ട് ഒക്ടോബർ മാസത്തിൽ 11 എഞ്ചിനീയറിംഗ് കോളേജുകൾ, പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് LDF ഗവൺമെൻറ് NOC കൊടുത്തു അന്ന് മുതൽ തുടങ്ങിയിരിക്കുന്നതാണ്. ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചന ഇതിന് പിന്നിൽ നടക്കുന്നു. ആ ഗൂഢാലോചന ഒന്നാമത്തെ കക്ഷികൾ ഇത് തമിഴ്നാട്ടിലും കർണാടകയിലുമുള്ള പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകൾ. രണ്ടാമത്തെ ഏജൻറ്റ് ഇവിടുന്ന് സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ക്യാൻവാസ് ചെയ്ത് തമിഴ്നാട്ടിലെയും കർണാടകയിലും കോളേജുകളിലേക്ക് സീറ്റ് നിർത്തിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് ഇവിടുന്ന് പോകുന്ന എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ്, ഇവിടെ 3000 സീറ്റ് 2000 വരെ ഉണ്ടായിരുന്നുള്ളൂ. ആ 2000 കൂടുതൽ കുട്ടികൾ പഠിക്കുന്നതിനുള്ള സന്ദർഭമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് അവിടെ പോയി അമിതമായ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട സാഹചര്യമാണ് 2000 വരെ ഉണ്ടായിരുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് 2000-ൽ അന്നത്തെ ഗവൺമെൻറ്റിന് പോളിസി പോലും പ്രൊഫഷണൽ കോളേജുകൾ സ്വകാര്യ മേഖലയിൽ അനുവദിക്കേണ്ട എന്നൊരു പോളിസി നിലനിൽക്കുമ്പോൾ തന്നെ അന്ന് PJ ജോസഫും വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന PJ ജോസഫും അന്ന് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന അൽഫോൻസ് കണ്ണന്താനം കൂടിയാണ് 11 കോളേജുകൾക്ക് NOC കൊടുത്തത്. ആ NOC അടുത്ത ക്യാബിനറ്റിൽ ക്യാൻസൽ ചെയ്തുവെങ്കിലും ആ 11 കോളേജുകളുടെ 2001 പ്രവർത്തനം തുടങ്ങി. അന്ന് ഇവിടെ 50% സീറ്റിലെ മുഴുവൻ സീറ്റും ഫില്ല് ചെയ്തിരുന്നത് ഗവൺമെൻറ് തന്നെയാണ്. അന്ന് 2 തരം ഫീസാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഗവൺമെൻറ് ഫീസും പേയ്മെൻറ്റ് സീറ്റും എന്നുള്ള രീതിയിൽ. അത് 2002-ൽ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂണിഫോം ഫീസ് എന്നുള്ള കാര്യം ഇവിടെ നിലവിൽ വന്നത്. ആ യൂണിഫോം ഫീസ് 2006 വരെയും ഈ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾക്ക് കിട്ടിക്കൊണ്ടിരുന്നു. 2006-ൽ
വീണ്ടും LDF ഗവൺമെൻറ് വന്ന് ഗവൺമെൻറ്റിന് കുറേ സ്റ്റുഡൻസിനെ കുറഞ്ഞ ഫീസിൽ പഠിപ്പിക്കണമെന്നുള്ള ഒരു നിർബന്ധ അടിസ്ഥാനത്തിലാണ് വീണ്ടും 2 തരം ഫീസ് ഇവിടെ വന്നത്. ഈ 2 തരം ഫീസ് തന്നെയാണ് ഇന്ന് ഈ സ്വകാര്യ മേഖലയിലേക്കുള്ള എഞ്ചിനീയറിംഗ് പഠനത്തിലുള്ള വിമുക്തം വന്നിരിക്കുന്നത്. പിന്നെ അധ്യാപനം, അവിടുത്തെ ഒരു അധ്യാപകൻ ശ്രീ വിജയൻ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ ഫീസിന്റെ സ്ട്രക്ചർ എങ്ങനെ വന്നു, അത് സംബന്ധിച്ച് എന്തൊക്കെ സംഗതികൾ ഉണ്ടായി എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ ഫീസും സീറ്റും പങ്കുവെക്കുന്നതിന് ശ്രീ വിജയൻ ഈ ഫീസും സീറ്റും പങ്കുവെക്കുന്നതിന് സർക്കാരും മാനേജ്മെന്റുകളും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു കരാറുണ്ട്. ആ കരാറിന്റെ ഭാഗമായി അല്ലെങ്കിൽ ആ കരാറിന്റെ മറവിൽ സ്വാശ്രയ മാനേജ്മെന്റുകൾക്ക് മറ്റു കാര്യങ്ങളിൽ എന്തും ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ട് കിട്ടുന്നുണ്ടോ? കോളേജുകളിൽ നിന്ന് പുറത്തു പോകുന്ന വിദ്യാർത്ഥികൾ മുഴുവൻ ഫീസും നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം, ഇയർ ഔട്ട് ആവുന്ന വിദ്യാർത്ഥികൾ കൂടുതൽ മുഴുവൻ ഫീസും നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം, ഇങ്ങനെ പല വിധത്തിൽ പല രൂപത്തിൽ വിദ്യാർത്ഥികളെ സാമ്പത്തികമായും അല്ലാതെയും ചൂഷണം ചെയ്യാനുള്ള ഒരു അവസരം ഈ കരാറിന്റെ മറവിൽ മാനേജ്മെന്റുകൾക്ക് ലഭിക്കുന്നുണ്ടോ? ഈ കരാറിൽ വ്യക്തമായ നിബന്ധനകളുണ്ട്. ഒരു സ്റ്റുഡൻറ്റ് അഡ്മിഷൻ പൂർത്തീകരിച്ചതിന് ശേഷം ആ കോളേജ് വിട്ടു പോവുകയാണെങ്കിൽ എത്ര രൂപ ഈടാക്കാമെന്നതിനെ സംബന്ധിച്ച് കരാറിലും ഗവൺമെൻറ് ഓർഡറുണ്ട്. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് പഠിത്തം നിർത്തിപ്പോകേണ്ട സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ അവിടെയും വ്യക്തമായ നിയമം ഉണ്ടായിട്ടുണ്ട്. എന്ത് രീതിയിലുള്ള കോമ്പൻസേഷൻ മേടിക്കാൻ, ലിക്വിഡ് ഡാമേജ് മേടിക്കാം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ നിയമമുണ്ട്. ആ നിയമം വിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ മാനേജ്മെൻറ്റിനെതിരെ പരാതി കൊടുക്കുവാൻ അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റിയുണ്ട്, ഫീ റെഗുലേറ്ററി കമ്മിറ്റിയുണ്ട്, ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിമാരും നിയന്ത്രിക്കപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിക്ക് പരാതി കൊടുത്തുകൊണ്ട് മാനേജ്മെൻറ്റ് അനീതിയായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അന്യായമായി എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വിദ്യാർത്ഥിയിൽ നിന്ന് അമിതമായ ഫീസ് ഈടാക്കിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുന്നതിന് നിർദ്ദേശം കൊടുക്കാനുള്ള അധികാരം ഈ അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റിക്കുണ്ട്. അങ്ങനെ അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റി സ്വാശ്രയ മാനേജ്മെന്റുകൾക്ക് അമിതമായ സ്വാതന്ത്ര്യം നൽകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമല്ലേ ഇപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുന്നത്? മാനേജ്മെൻറ്റുകളുമായി സർക്കാർ ഒരു കരാറുണ്ടാക്കുന്നു, ആ കരാർ പരസ്യപ്പെടുത്തുന്നു, അതിൻ്റെ വ്യവസ്ഥകളൊക്കെ ഉണ്ടാകാം. പക്ഷേ 50% സീറ്റ് സർക്കാരിന്, കുറഞ്ഞ ഫീസ് സ്ട്രക്ചർ, മെറിറ്റിൽ കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് അംഗീകരിപ്പിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായി മറ്റ് നിരവധി ഇളവുകൾ, ഇവരുടെ പ്രവർത്തനങ്ങളിലൊന്നും ഇടപെടില്ല എന്ന ഉറപ്പ്, ഇതൊക്കെ രഹസ്യമായി നൽകപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടല്ലേ ഇത്തരം സംഭവങ്ങളിലേക്ക്, ഇങ്ങനെയുള്ള ക്യാമ്പസുകൾ രൂപപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്? ഒരിക്കലുമല്ല. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ശ്രീ അഡ്വക്കേറ്റ് ടി എ വിജയൻ തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, മാനേജ്മെൻറ്റ് പ്രതിനിധി എന്ന രീതിയിൽ അദ്ദേഹം ചരിത്രം പറഞ്ഞു. ചരിത്രമൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. നിയമങ്ങൾ ഒരുപാടുണ്ട്, ഇവിടെയും നിരവധി നിയമങ്ങൾ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ നിയമങ്ങളെക്കുറിച്ച് അദ്ദേഹം അഡ്വക്കേറ്റ് കൂടിയാണ്, നിയമങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, വിദ്യാർത്ഥികളോട് അമിതമായി ഫീസ് വാങ്ങിക്കാൻ എന്ത് നിയമമാണുള്ളത്? ഫൈൻ വാങ്ങിക്കാൻ, ഫീസ് എന്നല്ല ഫൈൻ എന്നാണ് അതിനെ പറയേണ്ടത്. ഇവിടെ വസ്ത്രം കൃത്യമായി ഇട്ടില്ലെങ്കിൽ 1000 മുതൽ 1500 രൂപ ഫൈൻ വാങ്ങിക്കുന്നു. നെഹ്റു കോളേജിൻ്റെ കാര്യം മാത്രമല്ല, മറ്റ് സ്വാശ്രയ കോളേജുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തധികാരം? അതുപോലെ തന്നെ പല പരിപാടികളും നടത്തുന്നതിന് വേണ്ടി, പ്രോഗ്രാമുകൾ നടത്തുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളിൽ നിന്ന് 2000, 2500, 3000 രൂപ വാങ്ങിക്കുകയാണ്. ഒരു റെസീറ്റ് പോലും കൊടുക്കുന്നില്ല. അത് എവിടുത്തെ നിയമമാണ്? നിങ്ങൾ നിയമത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അത് എവിടുത്തെ നിയമമാണ്? ആര് നൽകിയിട്ട നിയമമാണ്? ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞു വെക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. ഞാൻ ഇവിടെ മാനേജ്മെൻറ്റ് പ്രതിനിധിയോട് ഞങ്ങൾ ചോദിക്കട്ടെ, ഇടിമുറികൾ എവിടുത്തെ നിയമമാണ്? ഞങ്ങൾ ലാബ്, ഒരു സ്ഥാപനം നടത്തി ഒരുപക്ഷെ ലാബ് വേണ്ടി വരും, അതുപോലെ തന്നെ ലൈബ്രറി വേണ്ടി വരും, അതുപോലെ തന്നെ മറ്റ് ഗേൾസ് ഫ്രണ്ട്ലി റൂമുകൾ, സ്റ്റുഡൻറ് ഫ്രണ്ട്ലി റൂമുകൾ, ഇതൊക്കെ ഒരു സ്ഥാപനത്തിന് വേണ്ടി വരും. ഇടിമുറികൾ എന്തിനാണ്? അത് എവിടുത്തെ നിയമമാണ്? നിങ്ങൾ നിയമത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് മാനേജ്മെന്റ് അവിടെ തന്നെയാണ് വിജയൻ ഞാൻ ചോദിച്ച പ്രശ്നം. കാരണം താങ്കൾ ഈ വിവരിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ പാകത്തിൽ സ്വാശ്രയ മാനേജ്മെന്റുകൾക്ക് സ്വാതന്ത്ര്യം എവിടെ നിന്ന് ലഭിക്കുന്നു? യൂണിവേഴ്സിറ്റികളുമായി അഫിലിയേറ്റ് ചെയ്ത കോളേജുകളാണ്. യൂണിവേഴ്സിറ്റിയുടെ പരിശോധന അവിടെ നടക്കുന്നുണ്ടോ? വിദ്യാർത്ഥികളുടെ പരാതി കേൾക്കാൻ അവിടെ സംവിധാനമുണ്ടോ? സംസ്ഥാന സർക്കാരിന് ഏതെങ്കിലും വിധത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കുന്നുണ്ടോ? ഇത്തരം പരാതികൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്, ഒരിടപെടലും ഉണ്ടായിട്ടില്ല. തീർച്ചയായും ഇടപെടൽ വേണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഉൾപ്പെടെ വിദ്യാർത്ഥി സംഘടനകൾ ഇന്നും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവ് സമീപനമുണ്ടാകുന്നു. ശക്തമായ അന്വേഷണത്തിന് വേണ്ടി സമിതികൾ വരുന്നു. ജില്ലാ ജഡ്ജിയിൽ കുറയാത്ത പദവിയിലുള്ള ഒരാൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ വരുന്നു. ഞങ്ങൾ ചിന്തിക്കുന്നത് ഗവൺമെൻറ് ശരിയായ പാതയിൽ തന്നെയാണ്. ഗവൺമെൻറ് ശക്തമായി മുന്നോട്ട് പോകണം. ഇത്തരം ലോബികൾ ഗുണ്ടായിസം കാട്ടി വിജിൻ നമുക്ക് അങ്ങനെ എങ്ങനെ പ്രതീക്ഷിക്കാൻ സാധിക്കും? വിജിൻ നമുക്ക് അങ്ങനെ, കാരണം
രജനി എസ് ആനന്ദിൻ്റെ മരണത്തെ തുടർന്നുണ്ടായ സമരം എല്ലാവർക്കും ഓർമ്മയുണ്ട്. ആ സമരം കഴിഞ്ഞ് ദീർഘകാലം കഴിഞ്ഞതിന് ശേഷവും ഇപ്പോഴും ഈ മേഖലയിൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തുടരുന്നു എന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ജിഷ്ണുവിൻ്റെ ദുരൂഹ മരണത്തോടെ എങ്ങനെ വിശ്വസിക്കും നമ്മൾ സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടികൾ കൊണ്ട് കാര്യങ്ങൾ ഭംഗിയാവും എന്നൊക്കെ? തീർച്ചയായും അതിനു വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ തന്നെയാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. എല്ലാത്തിലും ആശങ്കകൾ ഉണ്ടാകും. ജെയിംസ് കമ്മിറ്റി വരുമ്പോൾ ഇവിടെ ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നന്നായി ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇടത് ഗവൺമെന്റ് വന്ന ശേഷം നന്നായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എന്ത് മുന്നോട്ട് വെക്കും ആശങ്കകൾ ഉണ്ടാകും. പക്ഷേ വിദ്യാർത്ഥി സംഘടനകൾ ഇവിടെയുണ്ട്, പൊതുസമൂഹമുണ്ട്, മാധ്യമങ്ങളുണ്ട്. അവരുടെ എല്ലാം കൂട്ടായ ഉത്തരവാദിത്തം. അതുപോലെ തന്നെ ഇവിടുത്തെ ഗവൺമെന്റ്, കേരളം ഭരിക്കുന്ന ഇടത് ഗവൺമെന്റ് തീർച്ചയായും നല്ലൊരു സ്റ്റെപ്പ് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിരിക്കുന്നത്. അത് ആ ഇടപെടലുകൾ ഈ മേഖലയിലെ ഇത്തരം അഴിഞ്ഞാട്ടങ്ങൾക്കെതിരായി ഒരു മൂക്കുകയറിടാൻ, ഒരു വിലങ്ങിടാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ അധികാരികളിലേക്ക് മടങ്ങിയെത്താം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് മടങ്ങിയെത്തുന്നു. ശ്രീ രോഹിത്, ഇന്ന് സർക്കാർ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സാങ്കേതിക സർവകലാശാല മാത്രമാണെങ്കിൽ പോലും വിദ്യാർത്ഥികളുടെ പരാതി കേൾക്കാൻ ഒരു സ്വതന്ത്ര ഓംബുഡ്സ്മാനെ നിയമിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരം നടപടികളിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന പ്രത്യാശ KSUവിനുണ്ടോ? സർക്കാർ ഇന്ന് എടുത്ത തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ആ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിനകത്ത് ഞങ്ങൾ വലിയ പ്രതീക്ഷയൊന്നും ഈ സർക്കാരിൽ നിന്ന് നീതി ലഭിക്കുമെന്ന വിഷയത്തിൽ ഞങ്ങൾ കാണുന്നില്ല. കാരണം ഒന്നാമത് ഈ ഗവൺമെൻറ് അധികാരത്തിലേക്ക് വന്നത് സ്വാശ്രയ മുതലാളിമാരുടെ പണത്തിൻ്റെ പങ്ക് പറ്റിക്കൊണ്ടാണ് ഇവർ അധികാരത്തിലേക്ക് വന്നത്. അതിൻ്റെ പ്രത്യുപകാരമായിട്ടുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ സ്വാശ്രയ മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ അവരാവശ്യപ്പെടാതെ തന്നെ ഇവർ ഫീസ് കൂട്ടിക്കൊടുത്തത്. ഇവിടെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചു. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം എങ്ങനെ പ്രഖ്യാപിച്ചത്? കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ KSU ഉൾപ്പെടെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ സമരം ശക്തമായപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യപ്പെട്ടപ്പോഴാണ് സർക്കാർ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അതിന് മുമ്പ് ഇവർ പ്രഖ്യാപിച്ചത് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിക്കും, സാങ്കേതിക സർവകലാശാല അന്വേഷിക്കുമെന്നാണ് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ SFIയുടെ വിജിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ തുടക്കത്തെ തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ്, മാനേജ്മെൻറ്റ് നടത്തിയിരിക്കുന്ന കൊലപാതകമാണ്. അങ്ങനെ SFIക്ക് ഉറപ്പുണ്ടെങ്കിൽ SFI സർക്കാരിനോട് ആവശ്യപ്പെടണം മാനേജ്മെൻറ്റിനെതിരെ, ഇതിൻ്റെ പാമ്പാടി കോളേജിൻ്റെ മാനേജ്മെൻറ്റിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നതിന് മുമ്പ് നിങ്ങൾ കൊലക്കുറ്റത്തിന് FIR ഇട്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ SFI ആവശ്യപ്പെടണം. അപ്പോൾ സർക്കാരിൽ നിന്ന് ഒരു നീതി ലഭിക്കുമെന്ന് ഞങ്ങൾ ആരും കരുതുന്നില്ല. ഇവർ മാനേജ്മെൻറ്റ് അനുകൂലമായി നിലപാട് സ്വീകരിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. ഇവിടെ ഞങ്ങൾ കരുതുന്നത് AK ബാലൻ്റെ പത്നി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ നെഹ്റു ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ ഉന്നത സ്ഥാനത്തിരിക്കുമ്പോൾ അവരുടെ എല്ലാ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ എല്ലാം ഈ മാനേജ്മെൻറ്റിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിനകത്ത് സർക്കാരിൽ ഒരു ആത്മാർത്ഥതയുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നില്ല. വളരെ കൃത്യമായി കേരള വിദ്യാർത്ഥി യൂണിയൻ ഈ വിഷയത്തിനകത്ത് ജിഷ്ണുവിന് നീതി കിട്ടുന്നതുവരെ ജിഷ്ണുവിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ച ആളുകൾക്കെതിരെ. ശ്രീ രോഹിത്, ഇതിപ്പോൾ ജിഷ്ണു കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് തിരുവനന്തപുരത്ത് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനി മരിച്ച സംഭവം ഉണ്ടായിരുന്നു. അന്നും ഇതേപോലെ പ്രതിഷേധമുണ്ടായി, എവിടെയും എത്താതെ അത് അവസാനിച്ചു. വിദ്യാർത്ഥി സംഘടനകൾ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പ്രതിഷേധിക്കുന്നു, അത് കുറച്ച് കഴിയുമ്പോൾ നിൽക്കുന്നു. സമരം അക്രമാസക്തമാവുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അത് അവസാനിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇതും എത്തുമോ? അല്ല, ഞങ്ങൾ ഒരിക്കലും ഈ പാമ്പാടി സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ലോ അക്കാഡമിയിൽ KSU ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാർത്ഥി സംഘടനകൾ ഒരുമിച്ച് നിന്നുകൊണ്ടൊരു സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നു സമരം? ഇന്റേണൽ അസസ്മെൻ്റ് പേരിൽ ആ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികളെ പീഡനത്തിന് വിധേയരാക്കുന്നു. പ്രിൻസിപ്പാൾ ഉൾപ്പെടെ മാനേജ്മെൻറ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി വിരുദ്ധ സമീപനങ്ങൾ തിരുവനന്തപുരം ലോ അക്കാഡമി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം കേന്ദ്രങ്ങളിൽ ഇന്ന് വലിയ പ്രതിഷേധം ഉയർന്നു വരികയാണ്. ഇത് LDFൻ്റെയോ UDFൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു പ്രശ്നമായിട്ട് ഇതിനെ കാണേണ്ട. KSUവിനെ സംബന്ധിച്ച് അത് ഏത് ഗവൺമെൻറ് അധികാരത്തിലിരുന്നാലും ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി പീഡനങ്ങൾ, വിരുദ്ധ നിലപാടുകൾ ഏത് മാനേജ്മെൻറ്റ് സ്വീകരിച്ചാലും അങ്ങനെയെങ്കിൽ KSUവിൻ്റെ നേതൃത്വത്തിൽ ഈ കേരളത്തിലുള്ള സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അല്ലെങ്കിൽ സ്വാശ്രയ കോളേജുകളിൽ വിദ്യാർത്ഥികൾ ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, അത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന തരത്തിലുള്ളൊരു പഠനമോ പരിശോധനയോ അങ്ങനെ എന്തെങ്കിലും KSU ആലോചിക്കുമോ? അല്ല, ഞങ്ങൾ ഇതിന് മുമ്പേ
സ്വാശ്രയ കോളേജുകളിൽ വളരെ ശക്തമായിട്ടുള്ള സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി ശ്രമിച്ചവരാണ്. പക്ഷേ ഈ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇൻറ്റേർണൽ അസസ്മെൻറ്റിൻ്റെ എല്ലാം പേരിൽ വിദ്യാർത്ഥികളെ പുറകോട്ട് പിടിക്കുന്ന ഒരു സമീപനം ഉണ്ടായപ്പോഴാണ് അത് വലിയ കാര്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രീ രോഹിത്, ഞാൻ നേരത്തെ വിജിനോടും ചോദിച്ചു ഈ കാര്യം. സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായല്ല, അവിടെ സംഘടനയുടെ ഒരു യൂണിറ്റ് ഉണ്ടാക്കാതെ തന്നെ അവിടെ അവിടെയുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് നിങ്ങൾക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കില്ലേ? അങ്ങനെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പാമ്പാടി കോളേജിലെയോ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റേതെങ്കിലും സ്വാശ്രയ കോളേജിലെയോ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രയാസങ്ങൾ ഈ സംഘടനകൾക്ക് നേരത്തെ അറിയാൻ സാധിക്കുമായിരുന്നില്ലേ? അല്ല, സ്വാശ്രയ കോളേജുകൾ നിലനിൽക്കുന്നത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രസ്ഥാനത്തിനുമായി ഒന്ന് സഹകരിച്ചാൽ അല്ലെങ്കിൽ അവരോട് സംസാരിച്ചാൽ ആ കോളേജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തേക്ക് നൽകിയാൽ ആ നൽകുന്ന വിദ്യാർത്ഥിക്കെതിരെ നടപടി സ്വീകരിച്ച ഒരു ചരിത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ക്യാമ്പസിനകത്ത് സംഘടനാ പ്രവർത്തനം ഉണ്ടാകണം, ജനാധിപത്യ രീതിയിലുള്ള സംഘടനാ പ്രവർത്തനം ഉണ്ടാകണം. ഗവൺമെൻറ് ഈ വിഷയത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് കോളേജാണോ സ്വാശ്രയ കോളേജാണോ നോക്കാതെ വിദ്യാർത്ഥികൾക്ക് സംഘടിക്കുവാനും ജനാധിപത്യ രീതിയിൽ അവരുടെ അവകാശങ്ങൾ പറയാനുമുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം നിയമം കൊണ്ട് സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിയമനിർമ്മാണത്തിലേക്ക് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ മാനേജ്മെൻറ്റ് അസോസിയേഷൻ പ്രതിയോട് പറയുന്നത്, നിങ്ങൾ നാളെ കോളേജ് അടച്ചിട്ട് പ്രതിഷേധിച്ചോ, അത് നിങ്ങളുടെ അവകാശം. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയുള്ള അവകാശം കിട്ടുന്നതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ക്യാമ്പസിനകത്ത് പഠിക്കുന്ന വിദ്യാർത്ഥിക്കും ഇതുപോലെ സംഘടിക്കുവാനും ഇതുപോലെ പ്രതിഷേധിക്കുവാനും അവൻ്റെ അഭിപ്രായം പറയുവാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ അഡ്വക്കേറ്റ് എ വിജയൻ, അത് തന്നെയാണ് വിജിനും രോഹിത്തും പറയുന്നത്. നിങ്ങൾക്ക് സംഘടിക്കാം, നിങ്ങൾക്ക് പ്രതിഷേധിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിനൊന്നും അവകാശമില്ല, അല്ലെങ്കിൽ അതിനൊന്നും സാധിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അവനെ ലക്ഷ്യമിട്ട് ഉപദ്രവിക്കാൻ പാകത്തിലുള്ള ഉപാധികൾ സ്വാശ്രയ മാനേജ്മെൻറ്റ് കോളേജ് അധികൃതരുടെ കൈവശമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിദ്യാർത്ഥികൾക്കൊരു സംഘടനാ സ്വാതന്ത്ര്യം അനുവദിക്കാൻ ഈ കോളേജ് മാനേജ്മെൻറ്റുകളും സ്വാശ്രയ മാനേജ്മെൻറ്റ് അസോസിയേഷനും ഭയക്കുന്നത്? സംഘടനാ സ്വാതന്ത്ര്യത്തിന് സംഘടനാ പ്രവർത്തനത്തിന് ഒരു മാനേജ്മെൻറ്റും എതിര് നിൽക്കുന്നില്ല. സുപ്രീം കോടതിയുടെ ഒരു പ്രധാനമായ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള സംഘടനാ പ്രവർത്തനം നിരോധിച്ചിട്ടുള്ളത്. അതിന് മാനേജ്മെൻറ്റിനോ ഞങ്ങൾക്ക് അസോസിയേഷനോ ഒന്നും യാതൊരു ബന്ധമില്ല. ഏത് രീതിയിലുള്ള സംഘടനാ പ്രവർത്തനം ഇല്ല എന്ന് ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഇന്ന് കേരളത്തിലുണ്ടാകുന്ന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടാത്ത പല വിഷയങ്ങൾക്കും വിദ്യാഭ്യാസ ബന്ദ് നടക്കുമ്പോൾ ഞങ്ങളുടെ പ്രൊഫഷണൽ കോളേജ് അടക്കം അവർ പഠിപ്പ് മുടക്കുന്നുണ്ട്. അവരുടെ സംഘടനാ പ്രവർത്തനം അവിടെ ഇല്ലെങ്കിൽ എങ്ങനെ ഈ വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കുന്നു? അവർ പഠിപ്പ് മുടക്കുന്നു, കോളേജിന് അവധി കൊടുക്കുന്നു. ഈ വർഷം തന്നെ 3 വിദ്യാർത്ഥി സംഘടനകളുടെ പഠിപ്പ് മുടക്കുകൾ ഈ കോളേജിലുണ്ടായി. അത് പ്രൊഫഷണൽ കോളേജിൽ നടന്നു. അപ്പോൾ സംഘടനാ പ്രവർത്തനം നിരോധിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ നടക്കുന്നു? അപ്പോൾ അവരെ സംബന്ധിച്ച് അതേ രീതിയിൽ പ്രവർത്തനം നടത്തുന്നതിന്, ഓപ്പണായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നത് സുപ്രീം കോടതിയുടെ വിധി ഉള്ളതിൻ്റെ പുറത്ത് മാത്രം അവർ പ്രവർത്തിക്കുന്നില്ല. അല്ലാതെയുള്ള സംഘടനാ പ്രവർത്തനം അവർ നടത്തുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രൊഫഷണൽ കോളേജിൽ സമരം നടക്കുന്നത്. അങ്ങനെ സമരം അവർ വിദ്യാഭ്യാസ ബന്ധം അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമരം കോളേജുമായിട്ട് ബന്ധപ്പെടാത്ത വിഷയങ്ങളിൽ പോലും അവർ നടത്തുന്നുണ്ട്. അത് ഈ പ്രൊഫഷണൽ കോളേജിൽ നടക്കുന്നുണ്ട്. പിന്നെ സെഷൻ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാനേജ്മെൻറ്റിനും ഒരു ഫാക്കൽറ്റിക്കും ഒരു വിദ്യാർത്ഥികളെ പോലും പീഡിപ്പിക്കാൻ സാധിക്കില്ല. അതായത് ഇവിടെ യൂണിവേഴ്സിറ്റി നിബന്ധന വെച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക് സെഷൻ മാർക്ക് കൊടുക്കേണ്ട ഒരു മാനദണ്ഡം എന്താണെന്ന് സംബന്ധിച്ച് യൂണിവേഴ്സിറ്റി വ്യക്തമായ നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഒരു കുട്ടിക്ക് മാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ കുറഞ്ഞോ കൂടുതലോ ഇട്ട് കൊടുക്കുന്നതിനുള്ള യാതൊരു അധികാരങ്ങളും ശരി, ഒരൊറ്റ കാര്യം ചോദിച്ചോളട്ടെ. ഈ കോളേജുകളിൽ വിദ്യാർത്ഥികളുടെ പരാതികൾ കേൾക്കാൻ, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ന്യായമായ പരാതികൾ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാൻ എന്തെങ്കിലും ഒരു സംവിധാനം ഈ കോളേജുകളിലുണ്ടോ? എല്ലാ കോളേജുകളിലും സ്റ്റുഡൻസ് ഗ്രീവൻസ് സെല്ലുണ്ട്. ഫാക്കൽറ്റിയും കേൾക്കാം, പറയൂ. എല്ലാ കോളേജുകളിലും സ്റ്റുഡൻസിൻ്റെ പരാതി സ്വീകരിക്കുന്നതിനുള്ള ഒരു ഗ്രീവൻസ് സെല്ലുണ്ട്. ആ ഗ്രീവൻസ് സെല്ലിൽ ഫാക്കൽറ്റി മെമ്പറുണ്ട്, സ്റ്റുഡൻസിൻ്റെ മെമ്പറുണ്ട്, PTA മെമ്പേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു ഗ്രീവൻസ് സെല്ല് കോളേജ് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ അല്ലെങ്കിൽ എല്ലാ യൂണിവേഴ്സിറ്റിയിലും സ്റ്റുഡൻസ് ഗ്രീവൻസ് സെല്ലുണ്ട്. അവിടെ പരാതി കൊടുക്കാം. ആ പരാതി കൊടുത്തതിൻ്റെ ആ പരാതിയെ സംബന്ധിച്ച് യൂണിവേഴ്സിറ്റി അന്വേഷിക്കും. അവിടുത്തെ സ്റ്റാഫിനെയും കോളേജ് പ്രിൻസിപ്പലിനെയും വിളിച്ച് ഇത്തരം സംവിധാനങ്ങളൊക്കെ ഈ കോളേജുകളിലുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്തായാലും യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ഒരു സംവിധാനമുണ്ട്. വിദ്യാർത്ഥികൾക്ക് പരാതിപ്പെടാനുള്ള ഒരു സംവിധാനം യൂണിവേഴ്സിറ്റികളിലുണ്ട്. ഈ സ്വാശ്രയ കോളേജുകളിലൊക്കെ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നവയുമാണ്. ഈ കുട്ടികളൊന്നും അവിടെ പരാതിപ്പെടാനോ ഇതിന് പരിഹാരമുണ്ടാക്കാനോ ഒന്നും ശ്രമിക്കാത്തൊരു സാഹചര്യമുണ്ട്. അതെന്തുകൊണ്ടാണ്? 2 മിനിറ്റ്.
ഇവിടെ ചോദിച്ച ചോദ്യം ഒന്ന്, വിദ്യാർത്ഥികൾ പരാതിപ്പെടാത്തത് എന്തുകൊണ്ട്? വിദ്യാർത്ഥികൾ പരാതിപ്പെടാത്തത് ജീവൻ ഭയന്നുകൊണ്ടാണ്. അതിലൊരു സംശയവുമില്ല. നെഹ്റു കോളേജിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഞങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞതാണ്. നെഹ്റു കോളേജിന് കീഴിലുള്ള ഒരു ലോ കോളേജിലെ ഒരു വിദ്യാർത്ഥി എന്നെ വിളിക്കുകയുണ്ടായി. ആ വിദ്യാർത്ഥി ഒരു പരാതി കൊടുക്കാൻ വേണ്ടി തയ്യാറായി. അത് മാനേജ്മെൻറ്റ് അറിഞ്ഞു. ആ വിദ്യാർത്ഥിക്കെതിരായി 1ാം വർഷത്തിലെ മറ്റു 3 വിദ്യാർത്ഥികളെ ഈ കൃഷ്ണദാസ് എന്ന് പറയുന്ന ഇതിൻ്റെ മുതലാളി റൂമിൽ വിളിച്ചു വരുത്തി റാഗിങ്ങിന് അവനെതിരെ കേസ് നൽകണമെന്ന് പറഞ്ഞു. ആ 3 വിദ്യാർത്ഥികൾ പറഞ്ഞു എനിക്ക് തരാൻ പറ്റില്ല. ആ വിദ്യാർത്ഥികൾ 3 പേരും എന്നെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ജിഷ്ണുവിന് സംഭവിച്ചതുപോലെ കോപ്പിയുടെ വിവാദത്തിൽപ്പെടുത്തും, സസ്പെൻഷൻ കൊടുക്കും. ഇവിടെ പറഞ്ഞ ഇന്റേണൽ മാർക്ക്. ഇവിടെ ഈ ചാനൽ ചർച്ച നിരവധി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ, സ്വാശ്രയ മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥി, എഞ്ചിനീയറിംഗ് മാത്രമല്ല മെഡിക്കൽ വിദ്യാർത്ഥികൾ കാണുകയാണ്, അവിടെ രക്ഷിതാക്കൾ കാണുകയാണ്. ശ്രീ വിജയൻ സാർ, നിങ്ങൾ ഇങ്ങനെ ഒരു ചാനൽ മുറിയിൽ വന്നിരുന്ന് പച്ചക്കള്ളം പറയരുത്. ഒന്നുമില്ല, വിദ്യാർത്ഥികളെ ബോധവർ പീഡിപ്പിക്കുന്നു. ഇടിമുറികൾ ക്യാമ്പസുകൾക്ക് കടന്നു വരുന്നു. വിദ്യാർത്ഥികളുടെ ചിന്തിക്കുന്നത് ഒരു വസ്തുതകൾ കാര്യങ്ങൾ നിങ്ങൾ പറയരുത്. വസ്തുതകൾ മാത്രം പറയാം. ഞാൻ വസ്തുതകൾ പറയാനാണ് വന്നിരിക്കുന്നത്. എന്റെ കയ്യിൽ തെളിവുകളുണ്ട്. ഞാൻ തെളിവുകളില്ലാതെ പറയുന്നില്ല, തെളിവുകളോട് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ തെളിവുകളോട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. താൽക്കാലികമായിട്ടില്ല, ഇത് വിജയിക്കാൻ വേണ്ടി പോകണം. നിങ്ങൾ ധിക്കാരത്തിന് മുന്നിൽ ഞങ്ങൾ മുട്ടുമടക്കില്ല. വിദ്യാർത്ഥികൾ നിങ്ങൾക്കെതിരെ ഞങ്ങൾ സമരം ചെയ്യിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്റെ പറയുന്ന സമയത്ത് ഞാൻ പറയും, നിങ്ങളുടെ സമയത്ത് ഞാൻ കയറി ഇടപെട്ടില്ലല്ലോ. താങ്കൾക്ക് അവസരം തരാം സംസാരിക്കാൻ. വിജയൻ പറയൂ. എനിക്കനുവദിച്ച സമയമാണ് വിജയൻ സാർ. സാർ, നിങ്ങൾ ഇങ്ങനെ ഇത് കാണുകയാണ്. വിദ്യാർത്ഥികൾ ഇടിമുറികളുണ്ട്, ഇന്റേണൽ മാർക്കിന്റെ പേരിൽ പീഡനം അവിടെ നടക്കുകയാണ്. പരാതി കൊടുത്താൽ ബോധപൂർവം ഡീബാർ ചെയ്യിക്കുക തുടങ്ങിയ സംവിധാനങ്ങൾ നിങ്ങളുടെ കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലും മറ്റ് കോളേജുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന സത്യാവസ്ഥയാണ് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ചാനലിൽ വന്നിരുന്ന് പറഞ്ഞാൽ ഇവിടെ വിദ്യാർത്ഥികൾ കാണുകയാണ്, രക്ഷിതാ സമൂഹം കാണുകയാണ്. അതുകൊണ്ട് പച്ചക്കള്ളം നിങ്ങൾ പറയേണ്ടതില്ല. അതുകൊണ്ട് ഭയന്നുകൊണ്ടാണ് ഈ പരാതി സെല്ലുകൾ ഇവിടെ പഠിച്ചു വരികയാണ്. മാനേജ്മെന്റ് പ്രതിനിധികൾ എല്ലാ ചാനലുകളിലും വരുന്ന പ്രതിനിധികൾ ഇത് ഒറ്റ വാക്ക് തന്നെയാണ് പറയുന്നത്. സെല്ലുകളുണ്ടല്ലോ, കൊടുക്കൂ. നിങ്ങൾ അവരെ അനുവദിക്കുമോ പരാതി കൊടുക്കാൻ? പരാതി കൊടുത്ത ആ വിദ്യാർത്ഥി അവിടെ പഠിക്കുമോ? ഇടിമുറിയിൽ കയറി ഇതുപോലെ ജിഷ്ണുവിനെ പോലെ മരിക്കേണ്ടതായി വരില്ലേ? ഭയന്നിട്ടാണ്. അച്ഛനും അമ്മയും ലക്ഷങ്ങൾ മുടക്കി പഠിപ്പിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്ക് വേണ്ടി എങ്ങനെയെങ്കിലും വേണ്ട ലക്ഷങ്ങൾ. അതുപോലെ തന്നെ വിശ്വൻ സാർ എന്റെ കൂടെ വരും. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ഈ മീഡിയ വണ്ണിന്റെ ചാനലിലിടുന്ന ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ഇടിമുറി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എന്റെ കൂടെ വരും. നിങ്ങൾക്ക് ഞാൻ ഇടിമുറികൾ കാണിച്ചു തരാം. തെളിവില്ലാത്ത കാര്യമില്ല, തെളിവുണ്ട്, തെളിവ് സഹിതം. ഈ മീഡിയ വണ്ണിന്റെ ചാനൽ പ്രതിനിധി ഉൾപ്പെടെ കൂട്ടിക്കൊണ്ട് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് ഇടിമുറിയിലേക്ക് ഞങ്ങൾ പോകും. ഞാൻ കാണിച്ചു തരാം ഇടിമുറി. നിങ്ങൾ ഞാനൊരു കാര്യവും പച്ചക്കള്ളം പറയും, നിങ്ങളാണ് പച്ചക്കള്ളം പറയുന്നത്. ഇടിമുറികളുണ്ട് ക്യാമ്പസുകളിൽ. നിങ്ങളുടെ ഇടിമുറിയുണ്ട്. അതിന്റെ ഒരു നടക്കും. നിങ്ങളെ കൊടുക്കും, അതിൽ സംശയമൊന്നുമില്ല. എന്റെ മാനേജ്മെന്റിനെ കൊടുക്കും. നിങ്ങൾ എന്റെ കൂടെ വരണം. മീഡിയ മേളിന്റെ ചാനൽ ഉൾപ്പെടെ കൂട്ടിക്കൊണ്ട് ഞങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഈ ചാനൽ ഇടിമുറികൾ ക്യാമ്പസുകളുണ്ട്, നിങ്ങളെ വിളിക്കാം. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാം. തെളിവുകൾ ഞാൻ കാണിച്ചു തരാം. ഇടിമുറികളുണ്ട്. വിജയൻ, ഞാൻ മടങ്ങിയെത്താം. ശ്രീ ടി എ വിജയൻ, അത്രമാത്രം സുതാര്യമോ അത്രമാത്രം വിജയൻ, ഞാൻ വരാം താങ്കളിലേക്ക്. വിജയൻ, അത്ര സുതാര്യമോ അല്ലെങ്കിൽ അത്രമാത്രം നിഷ്കളങ്കമോ ആയ മാനേജ്മെന്റുകളല്ല സ്വാശ്രയ മാനേജ്മെന്റുകൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ശ്രീ ടി എ വിജയനും അറിയാം. ഇപ്പോൾ ശിവശങ്കരൻ പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അവിടുത്തെ ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റുകൾ തിരിച്ചു കൊടുക്കാത്ത സംഭവം, 3 മാസത്തെ ശമ്പളം തിരികെ വേണം, കരാർ അനുസരിച്ചുള്ളതല്ല, നിയമം അനുസരിച്ചുള്ളതല്ല, അത് ആവശ്യപ്പെടുന്നു, സർട്ടിഫിക്കറ്റുകൾ തിരികെ കൊടുത്തിട്ടില്ല. അങ്ങനെ പല ജീവനക്കാരുണ്ട്. സ്വാതന്ത്ര്യം ലഭിച്ചാൽ, സംരക്ഷണം ലഭിച്ചാൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പരാതിയുമായി എത്തും എന്ന് പറയുന്നു. അവരൊക്കെ പരാതിയുമായി എത്തിയവർ തന്നെ മുഖം മറച്ചു വരുന്നൊരു സാഹചര്യം ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇതൊക്കെ നിലനിൽക്കെയാണ് ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത്ര നിഷ്കളങ്കമായി എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് സ്വാശ്രയ മാനേജ്മെന്റുകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആരും വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. ശ്രീ ടി എ വിജയൻ, ഇതിൽ വിശ്വസിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ഒരു അധ്യാപകൻ്റെ സർട്ടിഫിക്കറ്റ് പിടിച്ചു വയ്ക്കുന്നതിന് ഒരു മാനേജ്മെൻറ്റിനും അധികാരമില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്തതിന് ശേഷം തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നിയമം. ഏതെങ്കിലും കോളേജുകൾ പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗാർത്ഥിക്ക് യൂണിവേഴ്സിറ്റിയിൽ പരാതി കൊടുക്കാം, ഗവൺമെൻറ്റിൽ പരാതി കൊടുക്കാം, ജെയിംസ് കമ്മിറ്റിയിൽ അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റിയിൽ പരാതി കൊടുക്കാം. ആ പരാതി കൊടുത്തു കഴിയുമ്പോൾ അവർ നിയമപരമായ നടപടികളെടുക്കും.
അല്ലാതെ ഒരു അധ്യാപകൻ്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കോളേജിൽ മേടിച്ചു വയ്ക്കാനുള്ള അതേ ഒരു കോളേജിനും ഇല്ല. ആരും അത് ചെയ്യുന്നുമില്ല. അവർ ചെയ്യുന്നത് അഡ്മിഷൻ സമയത്ത് ഇത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുക, തിരിച്ചു കൊടുക്കുക. ആ ഒരു പ്രക്രിയയാണ് എല്ലാ കോളേജിലും നടക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ശിവശങ്കറിന്റെ സർട്ടിഫിക്കറ്റ് പാമ്പാടി സ്വാശ്രയ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് വാങ്ങിവെക്കുക? എന്തിനാണ് വാങ്ങിവെക്കുന്നത്? പരിശോധിച്ച് തിരിച്ചു കൊടുക്കേണ്ട ഒരു സാധനം കോളേജിന്റെ ഓഫീസിൽ വാങ്ങിവെക്കേണ്ട സാഹചര്യം എന്ത്? ഇങ്ങനെ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിവെക്കുന്ന വരാം ശിവശങ്കരൻ താങ്കളിലേക്ക്. അങ്ങനെ മേടിച്ചു വെക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ആ തെറ്റിനെതിരെ അവർക്ക് പരാതി കൊടുക്കാൻ യൂണിവേഴ്സിറ്റി ഉണ്ട്. യൂണിവേഴ്സിറ്റി അടുത്ത് പരാതിപ്പെടാം. നടപടി എടുത്തില്ലെങ്കിൽ താങ്കളിലേക്ക്. ശ്രീ ശിവശങ്കരൻ, താങ്കൾ ഈ വിധത്തിൽ എന്തെങ്കിലും ഒരു പരാതി ഏതെങ്കിലും ഫോറത്തിൽ കൊടുത്തിട്ടുണ്ടോ? താങ്കളുടെ സർട്ടിഫിക്കറ്റ് അവിടെ പിടിച്ചു വച്ചിരിക്കുന്നു, ഈ വിധത്തിൽ തന്നെ താങ്കളെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞു. കൊടുത്തിട്ടില്ല, പരാതി ഒന്നും കൊടുത്തിട്ടില്ല. അവർ എൻ്റെ അടുത്തുള്ള റിസിപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ദീസ് ആർ ദ സർട്ടിഫിക്കറ്റ് ഐ ഹാവ് സബ്മിറ്റഡ്. ഐ ക്യാൻ ഷോ ഇറ്റ് നൗ. വാട്ട് ആർ ദ സർട്ടിഫിക്കറ്റ് ഐ ഹാവ് സബ്മിറ്റഡ്? ദേ ഹാവ് ഗിവൻ ദ റിസിപ്റ്റ്. ദീസ് ആർ ദ സർട്ടിഫിക്കറ്റ് ദേ ഹാവ് സബ്മിറ്റഡ് ടു മീ. These certificates are only in the college only. They have told me to pay the money. Where I can go for the money? I am a salary man. So if I get paid, already I get paid the 1 month money. So now they are asking for the 2 more month money, 2 more months salary. If I go for the complaint, before this incident, if I go for the complaint, nobody will take. Suppose if I am going for the complaint, if any investigation is going on, then I am ready to complain. I am ready to submit all the documents. So now I have a document in the online itself. So what was the certificate they given on that time? So what is the certificate I got submitted there? 1 second, give me. I will show you now. റൈറ്റ്. വിജിൻ, നേരത്തെ വിജിൻ സൂചിപ്പിച്ചു. ഞാൻ വിജിനിലേക്ക് തന്നെയാണ് വരുന്നത്. വിജിൻ, നേരത്തെ വിജിൻ സൂചിപ്പിച്ചു ഇടിമുറികളുണ്ട്, വിദ്യാർത്ഥികൾ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് ഒക്കെ സൂചിപ്പിച്ചു. അത് പാമ്പാടി നെഹ്റു കോളേജിന്റെ മാത്രം സാഹചര്യമല്ല എന്നും സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെയെങ്കിൽ കേരളത്തിലെ സ്വാശ്രയ മാനേജ്മെന്റ് കോളേജുകളിൽ മൊത്തത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് SFIയുടെ നേതൃത്വത്തിൽ KSUവിനോട് ചോദിച്ച പോലെ തന്നെ ഞാൻ ശിവശങ്കരനിലേക്കും വരാം. ദയവായി ക്ഷമിക്കുക ശിവശങ്കരൻ. സ്വാശ്രയ കോളേജുകളിൽ എന്ത് നടക്കുന്നു എന്നതിനെക്കുറിച്ചൊരു പരിശോധന അത് നടത്താൻ SFIക്ക് സാധിക്കുമോ? അങ്ങനെ ഒരു പരിശോധനയ്ക്ക് സർക്കാർ തയ്യാറാവണം എന്ന് SFI ആവശ്യപ്പെടുമോ? തീർച്ചയായും സർക്കാരിനോട് ഞങ്ങൾ ആവശ്യം ഉന്നയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സംഘടനാപരമായി ഞങ്ങൾ ഉൾപ്പെടെ ഒരു കമ്മീഷനെ വെച്ച് ഈ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, ഇവിടെ പറഞ്ഞുവല്ലോ ഒരു വെറും ഒരു പരിശോധനയല്ല, ഇത്തരം ഇടിമുറികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കാൻ പാകത്തിലുള്ള ഒരു പരിശോധന. വളരെ വെറു പരിശോധന സമയപരിമിതി കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വെച്ചത്. ഇത് വളരെ ഗൗരവമുള്ള പരിശോധനയാണ്. ഞങ്ങൾ അതിനെ ഒരു ലളിതവൽക്കരിച്ച് കാണുന്നില്ല. വളരെ ഗൗരവമുള്ള പരിശോധന. ഇപ്പോൾ ശ്രീ രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രവീന്ദ്രനാഥ്, ഇന്ന് മന്ത്രിസഭ ഒരു പ്രത്യേക സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. സാങ്കേതിക സർവകലാശാല ഒരു സ്വതന്ത്ര ഓംബുഡ്സ്മാനെ പ്രഖ്യാപിക്കും എന്ന്, അല്ലെങ്കിൽ നിയമിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ സ്വാശ്രയ മാനേജ്മെൻറ്റുകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന കോളേജുകൾക്കുള്ളിൽ നിന്ന് വരുന്ന വിവരങ്ങൾ അത്ര ലളിതമല്ലാത്ത, അല്ലെങ്കിൽ അത്ര ലാഘവത്തോടെ കാണേണ്ട കാര്യങ്ങളല്ല. വലിയൊരു പരിശോധന തന്നെ ആവശ്യമായി വരുന്നൊരു സാഹചര്യം. അവിടെ ഇടിമുറികൾ പോലും പ്രവർത്തിക്കുന്നു എന്ന ആരോപണം. ഈ സാഹചര്യത്തിൽ സർക്കാരിന് ഗൗരവത്തോടുകൂടിയുള്ള ഒരു പരിശോധന നടത്താൻ പാകത്തിൽ എന്ത് നടപടി സ്വീകരിക്കാൻ സാധിക്കും? സർക്കാർ അത്തരത്തിലുള്ളൊരു പഠനത്തിനാണ് ഇന്ന് KTU, അതായത് സർവകലാശാലയെ ഏൽപ്പിച്ചിട്ടുള്ളത്. സാങ്കേതിക സർവകലാശാലയിൽ ഓംബുഡ്സ്മാനെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ അമ്മയ്ക്ക് വീടിന് 10 ലക്ഷം രൂപ ധനസഹായവും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിലൂടെ വളരെ ദാരുണമായ ഈ സംഭവം, ഇത്തരം സംഭവം കേരളത്തിൽ ഇനി ആവർത്തിക്കാതിരിക്കത്തക്ക രീതിയിലുള്ള നിലപാടുകൾ വളരെ കൃത്യമായി, വളരെ പെട്ടെന്ന് സർക്കാർ എടുക്കുകയാണ്. വളരെ ഷാർപ്പായിട്ട് എടുക്കേണ്ട ചില തീരുമാനങ്ങളുണ്ട്. അത് വളരെ കൃത്യമായിട്ട് സർക്കാർ എടുത്തു. പിറ്റേ ദിവസം തന്നെ രജിസ്ട്രാറേയും കൺട്രോളറേയും ആണ് ആ കോളേജിലേക്ക് വിട്ട് റിപ്പോർട്ട് മേടിച്ചത്. ഇന്റർവ്യൂ റിപ്പോർട്ട് ആണ് അവർ തന്നത്. അപ്പോൾ തന്നെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ക്രൈം ബ്രാഞ്ചിനെ കൊണ്ട് അത് അന്വേഷിക്കാനും ഉത്തരവിട്ടത്. അത് വളരെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ചെയ്തു. ഇനി വേണ്ടത് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കത്തക്ക രീതിയിൽ ഇടപെടൽ നടത്തുക. അതിനാണ്
കേരളത്തിലെ എല്ലാ സ്വാശ്രയ കോളേജുകളിലും ഇപ്പോഴത്തെ ഭൗതിക സാഹചര്യങ്ങൾ, അക്കാദമിക് സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ, അവിടെ കുറവുകളുണ്ടെങ്കിൽ, നേരത്തെ ഇവിടെ പല പ്രശ്നങ്ങളും പറയുന്നു കേൾക്കുന്ന പോലെ പലതും ഉണ്ടെങ്കിൽ അത് തീർക്കത്തക്ക രീതിയിലുള്ള ഇടപെടൽ നടത്താനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിൽ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളും ദീർഘവീക്ഷണത്തോട് ചെയ്യേണ്ട രണ്ടും ചേർത്ത് 3-4 ദിവസത്തിനുള്ളിൽ തന്നെ ആദ്യത്തെ ക്യാബിനറ്റിൽ ആ തീരുമാനം എടുത്തിട്ടുള്ളത്. ശ്രീ സി രവീന്ദ്രനാഥ്, അത്തരത്തിലുള്ള ഒരു 155 സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, മറ്റ് സ്വാശ്രയ കോളേജുകളുമുണ്ട്. ഇവിടെയൊക്കെ പരിശോധന നടത്താൻ പാകത്തിൽ അത്ര ഗൗരവത്തിൽ കാര്യങ്ങൾ എടുത്തിട്ടുണ്ടോ സർക്കാർ? അല്ല, അതല്ലേ പഠിക്കാൻ ഒരു സമിതിയെ നിയോഗിക്കുവാൻ സർവകലാശാല ഏൽപ്പിക്കുന്നു. സർവകലാശാല ഇനി അത് ചർച്ച ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു പഠനം നടത്താതെ ഏത് കോളേജിലാണെന്നാണ് നമുക്കറിയാം. ഒറ്റ കാര്യം, ഈ സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത കോളേജുകളാണ് ഇവയൊക്കെ. പക്ഷേ ഈ സർവകലാശാലകൾക്കൊന്നും ഈ കോളേജുകൾക്ക് മേൽ യാതൊരു നിയന്ത്രണവും ഇല്ലാത്തൊരവസ്ഥ ഇപ്പോൾ തന്നെയുണ്ട്. അതേ സർവകലാശാലകളെ ഇത്തരമൊരു പഠനത്തിന് നിയോഗിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമുണ്ടാകും എന്ന് കരുതാമോ? അല്ല, സ്വാശ്രയ കോളേജ് എന്ന് പറയുന്ന സങ്കല്പം കേരളത്തിൽ വന്നപ്പോൾ ഉണ്ടായ പല പ്രശ്നങ്ങളുണ്ട്. നമ്മൾ വർഷങ്ങളായി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ആ പ്രശ്നങ്ങൾ ഇപ്പോഴും യാഥാർത്ഥ്യമായി നിൽക്കുന്ന ഒരു സമയത്ത് ഇടപെടാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനമാണ് സർവകലാശാല. അതുകൊണ്ട് തന്നെയാണ് സർവകലാശാലയെ കൊണ്ട് അന്വേഷിച്ച് വിവരങ്ങൾ അറിയാനുള്ള ശ്രമം നടത്തുന്നത്. ഈ ഒരു ശ്രമം നടത്താതെ നമുക്ക് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ കോളേജുകളിലുണ്ടെങ്കിൽ പരിഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ പരിശോധന നടത്തുക, അതിനുവേണ്ടി സംവിധാനം സർവകലാശാലയ്ക്ക് വേണ്ടി അതിനെ സഹായിക്കുക എന്ന രീതിയിൽ സർക്കാർ കണ്ടുകൊണ്ട് പ്രശ്നം പരിഹരിക്കാനുള്ള നിലപാട് തന്നെയാണ് എടുക്കുന്നത്. മിനിസ്റ്റർ, അവസാനമായ ഒറ്റ കാര്യം കൂടി, ഇതേ സർവകലാശാലകൾ തന്നെയാണ് ഈ കോളേജുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ, അക്കാദമിക സാഹചര്യങ്ങൾ, അധ്യാപകരുടെ യോഗ്യത, വേണ്ടത്ര യോഗ്യതയുള്ള അധ്യാപകരുണ്ടോ, അതിൽ തന്നെ സീനിയോറിറ്റി, ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് കാലാകാലങ്ങളിൽ അഫിലിയേഷനുകളൊക്കെ കൊടുക്കുന്നത്. ഈ കോളേജുകളിലൊന്നും മതിയായ യോഗ്യതയുള്ള അധ്യാപകരില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഭൗതിക സൗകര്യങ്ങളെക്കുറിച്ചുള്ള, ഭൗതിക സാഹചര്യങ്ങളെക്കുറിച്ചുള്ള പരാതികൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇങ്ങനെ അഫിലിയേഷൻ കൊടുക്കുന്ന സർവകലാശാലകളെ തന്നെ ഈ പഠനം ഏൽപ്പിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടോ എന്ന്. അല്ല, അത് അങ്ങനെയല്ലേ ആദ്യം കഴിയുള്ളൂ. ഇതിന് ഒരു രീതിശാസ്ത്രം ഉണ്ടല്ലോ. സർവകലാശാല ഇതിനു മുമ്പ് ചെയ്ത കാര്യങ്ങളിൽ അതെന്തെങ്കിലും കുറവ് വന്നതുകൊണ്ടാണ് ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം, ഈ ദാരുണ സംഭവം ഉണ്ടായത്. ഇത് നമ്മൾ ആരും പ്രതീക്ഷിച്ചൊരു സംഭവമല്ല. അപ്പൊ അത്തരമൊരു സംഭവം വരുമ്പോൾ നിലവിലുള്ള സംവിധാനത്തെ തന്നെ ശാക്തീകരിക്കാവുന്ന രീതിയിൽ ശാക്തീകരിച്ച് ഒരു പഠനം നടത്തിക്കൊണ്ട് അതിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇനി കൂടുതൽ മറ്റേതെങ്കിലും തലത്തിൽ ഇടപെടണമെങ്കിൽ ആ രീതിയിൽ അപ്പോൾ അതിനെ ചിന്തിച്ച് ദീർഘവീക്ഷണത്തോടു കൂടി ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടിയെടുക്കുക എന്നുള്ള നിലയ്ക്കാണ്. സർവകലാശാല മുമ്പ് ചെയ്തിരുന്ന എല്ലാം ശരിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. സർവകലാശാല ചെയ്തതിലുള്ള കുറവുകൾ കൊണ്ട് തന്നെയാണ് അത് പരിഹരിക്കുന്നത്. അതേ സർവകലാശാലയെ തന്നെ ശാക്തീകരിച്ചുകൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പോഴേ അത് ഡെമോക്രാറ്റിക് സ്ട്രെങ്തനിങ് ആവുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ കോളേജുകളും അതേ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ തന്നെ അതേ യൂണിവേഴ്സിറ്റി ഇടപെട്ട് അത് പരിഹരിച്ചു വരുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ശാക്തീകരണമാവുക, ഡെമോക്രാറ്റിക് സ്ട്രെങ്തനിങ് എന്ന ആശയമാവുക. ആ രീതിയിൽ തന്നെ കണ്ടിട്ടാണ് ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നത്. വളരെയധികം നന്ദി മിനിസ്റ്റർ ഞങ്ങളോട് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഞാൻ അവസാനമായി വിജിനിലേക്കും രോഹിത്തിലേക്കും ഒരൊറ്റ വാക്കിൽ മറുപടി. മന്ത്രി പ്രഖ്യാപിച്ച പരിശോധനാ സംവിധാനം, അതിൽ തൃപ്തിയുണ്ടോ? ആദ്യം വിജിൻ. തീർച്ചയായും ഞങ്ങൾ ആ സംവിധാനത്തെ സ്വാഗതം ചെയ്യുകയാണ്. ശക്തമായ അന്വേഷണം നടത്തണം. ഒരു കാര്യത്തിൽ കൂടി എനിക്ക് മറുപടി വരാൻ സമയം തരണം. ഒന്നുമില്ല, രോഹിത് നേരത്തെ ഒരു ആരോപണം നടത്തുകയുണ്ടായി. രോഹിത് ചിന്തിക്കേണ്ട സഞ്ജിത്ത് എന്ന് പറഞ്ഞ ആരുടെ മകനാണ്? നിങ്ങളുടെ കോൺഗ്രസ് നേതാവായ മുൻ മന്ത്രിയുടെ മകനാണ്. അത്തരം കാര്യങ്ങളിലേക്ക് തൽക്കാലം പോകാൻ നിർത്തിയില്ല. ഞാൻ ഒറ്റ വാക്കിൽ രോഹിതിനോട് കൂടി മറുപടി ചോദിക്കുന്നു. ഒറ്റ മിനിറ്റ്, സമയപരിമിതി കൊണ്ടാണ് വിജിൻ, സമയപരിമിതി കൊണ്ടാണ്. ഞാൻ ഒറ്റ കാര്യം രോഹിതിനോട് കൂടി ചോദിച്ചുകൊള്ളട്ടെ. ഈ പരിശോധനാ സംവിധാനം ഒറ്റ വാക്കിൽ മറുപടി രോഹിത്. അല്ല, പ്രഖ്യാപനങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഗവൺമെൻറ് എടുത്തിരിക്കുന്ന നടപടിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അതിനകത്ത് ആത്മാർത്ഥത ഉണ്ടാകണം. മുന്നോട്ട് പോക്ക് വളരെ കർശനമായിട്ട് തന്നെ ഇത്തരം സ്വാശ്രയ ക്യാമ്പസുകൾക്കകത്ത് നടക്കുന്ന വിദ്യാർത്ഥി പീഡനങ്ങൾക്കെതിരെ കർശനമായ നിയമ വളരെ നന്ദി ശ്രീ രോഹിത്. ഒപ്പം എം വിജിൻ, അഡ്വക്കേറ്റ് ടി എ വിജയൻ, എസ് ശിവശങ്കരൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥിനെയും നന്ദി അറിയിക്കും. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി രാഷ്ട്രീയ ആക്ഷേപഹാസ്യ പരിപാടി പൊളിമിക്സ് കാണാം. നമസ്കാരം.